Hello guys, so this is our second video of posting real life content. Okay, നമ്മളൊരു 30-day ചലഞ്ച് പോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് വീഡിയോ ആണ്. സോ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ഇത് ശരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. സോ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം നമുക്ക്. ആദ്യം നമുക്കൊരു അലോവേറ ജെല്ല്, ഒരു മോയ്സ്ചറൈസിങ് ജെല്ല് ഇടാം. ആക്ച്വലി ഇത് ധാത്രിയുടെ ആണ്, അമ്മയുടെ സാധനം കേട്ടോ. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ചെറുതായിട്ട് ഇതൊന്നും ഞാൻ ഇടലില്ല, അമ്മയുടെ ഒരു സാധനമാണ്. സോ നമുക്കതിടാം. എനിക്കിങ്ങനെ എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയണോ അതോ നമുക്ക് എന്തെങ്കിലും കഥ പറയണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. പൊതുവേ ഞാനല്ലാതെ ഇതിന് എൻ്റെ ഒരു ഒരുക്കത്തെ പറ്റി പറയാം. എനിക്ക് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആണെങ്കിൽ ഞാനും അമ്മയും ഇതിൻ്റെ പേരിൽ എന്നും അടിയാം. ഇപ്പോൾ എവിടെയെങ്കിലും പരിപാടിക്കോ അല്ല കല്യാണത്തിനോ എന്തെങ്കിലും പരിപാടിക്കോ വന്ന സ്ഥലത്ത് എനിക്ക് ഇത്തിരി ഒരുങ്ങാൻ നല്ല സമയമൊക്കെ വേണം. അപ്പോൾ ഞാനിത് അത്യാവശ്യം ലാവിഷായി ഒരുങ്ങും. അപ്പോൾ കുറച്ച് ചിലപ്പോൾ ഇത്തിരി വൈകൊക്കെ ചെയ്യും. അതിപ്പോൾ നമ്മൾ ഒരുങ്ങുമ്പോൾ ഇച്ചിരി എപ്പോഴും ഇങ്ങനെ സമയം കഴിപ്പിച്ച് ഒരുങ്ങാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മ പറയും, ഞാൻ എല്ലാ വൈകുമ്പോൾ പറയും ഈ വീട്ടിൽ എല്ലാ പണിയും ചെയ്തിട്ട് ഞാൻ ഒരുങ്ങി റെഡിയായി ഇറങ്ങി, എന്നിട്ട് നടക്കിനി വരാൻ പറ്റിയില്ല ശബരി എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയും. പക്ഷെ നമുക്ക് ഇത്തിരി ഒരുങ്ങുമ്പോൾ കുറച്ച് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ ഇതിന് പേരിൽ നമ്മൾ എന്നും അടിയാം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എപ്പോഴും അടിയാവും. പിന്നെ എനിക്ക് എന്താ പറയേണ്ടത്, അതിനകത്ത് നമുക്ക് വാസ്ലിൻ്റെ ഉണ്ടല്ലോ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇടാട്ടോ. ഇതും അമ്മയുടെ അമ്മ ഇതൊക്കെ എങ്ങനെ മേടിക്കുന്നത്, നമ്മൾ പോലും ഇങ്ങനെ മേടിക്കില്ല. നല്ല വേണോ അതിന്. അതൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് വാസ്ലിൻ്റെ. എനിക്ക് ഇഷ്ടമാണിത്. ഞാനിതല്ല, ഞാൻ മറ്റേ നിവ്യയുടെ ഒരു ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അമ്മയുടെ കണ്ടപ്പോൾ എടുത്തിട്ടതാണ്. അപ്പം നമ്മൾ പറഞ്ഞെത്തിയത് എന്താ, എന്നും ഇതിൻ്റെ പേരിൽ അടിയാം. അമ്മ പറയും ഞാൻ ഈ വീട്ടിൽ കറി വെച്ചു, ചോറ് വെച്ചു, അടിച്ചു തുടച്ച് വിളക്ക് വെച്ച്, എന്നിട്ട് ഞാൻ റെഡി, എന്നിട്ട് നിനക്ക് റെഡിയാവാനായില്ലേ, ഇനി നീ ആണെങ്കിൽ ഒറ്റയ്ക്ക് വന്നു, ഇനി എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ അച്ഛൻ്റെ കൂടെ വരണം, അതൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങനെ അടിയാനോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ? അപ്പോൾ നമുക്ക് ഇച്ചിരി ഒരുങ്ങാം. അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ല. ഒരു സാരി എടുത്ത് ജസ്റ്റ് പൗഡർ ഇട്ട് പൊട്ട് വയ്ക്കുക, അത്രയേ ഉള്ളൂ അമ്മയുടെ ഒരുക്കം. നമ്മൾ പിന്നെ നമുക്കിങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ രസമാണ്. ഒരു പരിപാടിയൊക്കെ വരുന്ന സമയത്ത് ഇവിടെ അമ്മയുടെ തടി കൂടെ. നിങ്ങൾ എങ്ങനെയാണ് അമ്മയുടെ അടുത്ത് ഇങ്ങനെ? ഇപ്പം നമുക്കിങ്ങനെ വൈക്കാസായ പോലെ തോന്നുമെങ്കിലും അത് എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ ഓക്കെ ആവട്ടെ ഗൈസ്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഈ തുടക്കത്തിൻ്റെ നല്ല ബുദ്ധിമുട്ടൊക്കെയാണ്. നമ്മളിത് ഒരുങ്ങി വരുമ്പോൾ സെറ്റായിരിക്കും. ഇതിപ്പോൾ എന്തിനാ ഒരുങ്ങണേന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല.